Hello everyone, welcome to Delicious Recipes. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ കാളനാണ്. ഓണമൊക്കെ ഇപ്പോൾ അടുത്ത് വരികയല്ലേ, അപ്പോൾ നമുക്ക് ഓണസദ്യ സ്പെഷ്യൽ കാളൻ തന്നെ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പച്ചക്കായയും ഒരു ചെറിയ കഷ്ണം ചേനയുമാണ് എടുത്തു വച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ചേന ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചേന ചെറുതായിട്ട് മുറിച്ച് ഒരു മൺചട്ടിയിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ചേന കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടണം. അപ്പോൾ ഞാനിവിടെ ചേനയൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്ത് മൺചട്ടിയിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ചേന വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ചേന മാത്രം ആദ്യം വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചേന പകുതി വേവായി കഴിഞ്ഞപ്പോൾ ഞാൻ പച്ചക്കായയും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചേനയും പച്ചക്കായയും ഇവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 പച്ചമുളകും 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവുമാണ് ചേർത്തത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് വെന്ത് വന്ന ഈ പച്ചക്കറിയിലേക്ക് ഈ അരച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് തേങ്ങ അരച്ച ആ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച ശേഷമാണ് ഞാൻ മൺചട്ടിയിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ തേങ്ങയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ തൈരിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ച് കഴിഞ്ഞ ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് വേണം ചേർക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് അധികം പുളി ഇല്ലാത്ത തൈരായതുകൊണ്ടാണ് 1/4 കപ്പ് ഞാൻ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തൈര് ചേർത്ത ശേഷം കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി കടുക് വറുത്തെടുക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 3 ഉണക്കമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാളനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ സദ്യ സ്പെഷ്യൽ കാളൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് കാളൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഓണം സ്പെഷ്യൽ കാളൻ ഇവിടെ റെഡിയായി. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് എന്നുള്ള ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്